രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സാണല്ലോ. ഹേ ഗായ്സ്, രാത്രി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പിള്ളയുടെ കുഞ്ഞു പിള്ളയുടെ വലിയൊരു ആഗ്രഹം അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഗൈസ്, കന്യാകുമാരി ഇതുവരെ പോയിട്ടില്ല. ഒന്ന് കന്യാകുമാരി പോകണം. അമ്മയുടെ വിചാരം അറിയോ, ഇവിടെ ജസ്റ്റ് കോളത്തിനപ്പുറല്ലേ കന്യാകുമാരി. ഞാൻ നോക്കിയത് 150 കിലോമീറ്റർ 100 കിലോമീറ്റർ, അത്ര 200 കേട്ടോ. എന്നാലും നമ്മളിവിടെ എറണാകുളം പോകുന്നതിന്റെ അത്ര ഇല്ല. ഞാൻ അത്ര ദൂരം ഉണ്ട്, പെട്ടെന്ന് എത്തും. സോ ഇന്ന് നമുക്ക് സൺസെറ്റ് കാണണം, അതുകൂടാതെ എനിക്ക് വേറെ സൺറൈസ് കാണണം. പിന്നെ എനിക്ക് വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. തിരിച്ചു വരുമ്പോ പോകുന്ന വഴിക്ക് തുറന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. നമ്മള് പോകുമ്പം ഒരു സിനിമയുടെ കണ്ടിട്ടാണ് പോകുന്നത്. നമുക്ക് അതുവഴി പോവല്ലേ. രണ്ട് വലിയ ഉടുപ്പ് കിട്ടിയിരിക്കണേ. ഈ ഞങ്ങൾ അന്ന് ഇട്ട ഉടുപ്പാ, കൊള്ളാവോ? അല്ലല്ല, അമ്മ ഇട്ട് കഴിഞ്ഞ അമ്മ ഈ കളറാകുമ്പോ എനിക്കെന്ന് പറഞ്ഞു. ഇന്ദ്രൻസിന്റെയും ഒരു പടം, പടത്തിന്റെ പേര് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് പിന്നെ ഞങ്ങൾ അങ്ങനെ അറിയാലോ. നല്ലൊരു പടമാണ് ഗൈസ്. ആ പടവും കണ്ടിട്ട് നമുക്ക് നേരെ ഇന്ന് കന്യാകുമാരി നൈറ്റ് ഡ്രൈവ്, നല്ല സൂര്യോദയം. ഞാൻ ഇന്നൊരു ഷോർട്സും ഒരു ഇതായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ റെഡി ആയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ട് വരാം. ഈ പഫിനെസ് ഒക്കെ ഒന്ന് മാറ്റി അടിപൊളിയായിട്ട് വരാം. അപ്പൊ കുറെ നാളായി ഒരു ട്രിപ്പ് ഒക്കെ പോയിട്ട് ഇന്നത്തെ ട്രിപ്പ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാനും കൂടെ ഉള്ളൂ. ഞാനും ഓൾമോസ്റ്റ് റെഡി ആയി. പക്ഷെ പോകുന്നതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണല്ലേ, ഇതാണ് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. ഇത് വെറും നീം ലീവ്സ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, കൂടാതെ നീം പ്ലാന്റിന്റെ 5 പാർട്സ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിമ്പിൾസിനെ ക്ലിയർ ചെയ്യുന്നു, കൂടാതെ പിമ്പിൾസ് തിരിച്ചു വരുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നു. ഇന്നത്തെ ഇതൊരു ലോങ് ഡേ ആണ്. മൂവി, ട്രാവലിംഗ്, കൂടാതെ കന്യാകുമാരിയിലുള്ള സൺറൈസ്. ഈ ഒരു ട്രിപ്പിലെ എക്സൈറ്റിംഗ് പ്ലാൻസ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പിമ്പിൾസോ, പക്ഷെ ഡെഫിനറ്റ്ലി ഈ അനോയിങ് പിമ്പിൾ എപ്പിസോഡ് ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കും നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ഉപയോഗിച്ച്. അപ്പൊ എല്ലാരും റെഡിയായേ, ഇനി നിന്ന സിനിമ മിസ്സാവും. അപ്പൊ നിങ്ങൾക്കും ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ഗോ ഗ്രാബ് യുവേഴ്സ് നൗ. അങ്ങനെ 9:30 പടത്തിന് 9:30 തന്നെ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഈ ഊള ഒറ്റൊരുതി കാരണം ലേറ്റ് ആയത്. പടത്തിന്റെ പേര് ചിന്ന ചിന്ന ആസി. നീ എന്തിനാ തിന്നുന്നത്? പടം തുടങ്ങി നീ വന്നപ്പോ റംബു അമ്മയ്ക്ക് കൊടുക്കല്ലേ? മുഖം മൊത്തം പോക്കണോ? ചിന്ന ചിന്ന ആസകൾ കണ്ടിറങ്ങി. ചിന്ന ചിന്ന ആസി. എങ്ങനെ പറയാനാ, പടം ഭയങ്കര ലാഗടെ. എനിക്ക് ഭയങ്കര സ്ലോ പേസ് മൂവി. പിന്നെ ക്ലൈമാക്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ക്ലൈമാക്സ് എങ്കിലും ഒന്നും ഒരു ഇതായിട്ട്. പിന്നെ എന്തായാലും ഈ പടത്തിനൊരു ക്ലൈമാക്സ്, ഒരു അങ്ങനത്തെ ഒരു ക്ലൈമാക്സിന്റെ ആവശ്യം ഡിമാൻഡ് ചെയ്യുന്നില്ല ഈ മൂവി. നമ്മുടെ ഇന്ദ്രൻസും മധുബാല അവര് കൊടുത്ത റോളൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട്. ചില ഷോട്ടൊക്കെ സിംഗിൾ ഷോട്ടാ, അതിനകത്ത് എന്തോരം ഡയലോഗ് ഉണ്ടെന്ന് അറിയാമോ? അല്ലേ, അത്ര ഒറ്റ ഡയലോഗ്, ഒറ്റ സ്ട്രെച്ച് ഡയലോഗ്, കുറെ ഷോട്ട് ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം. മധുബാല എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണാം. അല്ല ഇപ്പോഴും സെറ്റാണ്. മഹാളുമ്പായിരുന്നു ഈ സിനിമ. അവ താഴെ കിടക്കുന്ന പോപ്പോണ്ട് കൂടെ കിടന്ന് എഴുതി വരും. അമ്പൂട്ട് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് ഇത്ര അളുമ്പായിട്ട് ഇന്നേ വരെ നമ്മൾ അമ്പൂട്ടിനെ കൊണ്ട് സിനിമയ്ക്ക് വന്നതിൽ പലരും ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ പടം അത് എനിക്കൊന്നും അവരും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവര് മുംബൈ പോയി വീണായിരുന്നു അമ്മയല്ല, അമ്മയുടെ ചേച്ചി. അത് സെറ്റ് കേട്ടോ. വാരണാസി ഭയങ്കര അടിപൊളിയായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടി നോക്കി രാത്രി കാണത്തുള്ളൂ. ഇങ്ങനത്തെ കുറെ വണ്ടികളുണ്ട്. പകല് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ബാംഗ്ലൂര് പോകുമ്പം കാറൊന്നും ആയിരിക്കൂല. എന്തെങ്കിലും വലിയ ഫാക്ടറിയിലോട്ടുള്ള മിഷനറീസോ
അങ്ങനത്തെ എന്തെങ്കിലും സംഭവമായിരിക്കും. ഫുള്ള് രണ്ടുപേരും പാതയാണ്. ആ സൈസ് നോക്കി ഇതിന് എസ്കോട്ട് കൊണ്ടുവരാ ഫ്രണ്ടില് എസ്കോട്ട് ഉണ്ടോ? വിലപിടിപ്പുള്ള സാധനമായിരിക്കും. തൊപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് ഡാൻസ് ഗോഡ് മൂഡ് പിടിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഫ്രണ്ട് ഇരിക്കുക. ഓക്കെ, നമ്മളിപ്പോ നേരെ എങ്ങോട്ടാ? നേരെ വിഴിഞ്ഞം കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ കന്യാകുമാരി. ഇടയ്ക്ക് വേണേ കാറിൽ കിടന്ന് ഉറങ്ങാം, അമ്പു ഉറങ്ങുവാണെങ്കിൽ കേട്ടോ. ഡാൻസ് 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 സ്റ്റെപ്പ് എടുത്തടാ കേട്ടോ. ഞാൻ കണ്ടായിരുന്നു തിയേറ്ററിൽ കിടന്ന് എഴയെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. കിടന്ന് എഴയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വരെ. പിന്നെ വഴക്ക് പറഞ്ഞ കരയും. എന്തോ ഭാഗ്യത്തിന് നമ്മളെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരില്ലായിരുന്നു. ബാക്കിലും പോപ്കോൺ ഒക്കെ തലയിരുന്നല്ലേ. ഇന്ന് എന്തോ പടം ഒരു ലാഗ് ആയോണ്ടേ അവൻ ഇഷ്ടപ്പെട്ടില്ല. സാധാരണ പാട്ടും ഒരു കളർഫുൾ ഒക്കെ ആണെങ്കിൽ അമ്പ് കണ്ടോണ്ടിരിക്കും. ഒന്നും ഇല്ലാത്തോണ്ട് അവനും ബോറടിച്ച്. പിന്നെ അവന്റെ ബോറടി പിന്നെ അവൻ കാണിച്ച്. കര തീർന്നു ഗൈസ്. നമ്മളെവിടെ നിക്കുന്നത് ആദ്യമായിട്ടാ ഈ സൈഡ് വരുന്നേ. ഫസ്റ്റ് നമ്മള് ഇത്രയും അടുത്ത് കിടന്നിട്ട് നമ്മൾ ഇന്ന് വരെ വിഴിഞ്ഞ ഹാർബർ വന്നിട്ടേ ഇല്ല. ഒരു 1.5 കിലോ ഹമൂർ പറഞ്ഞിട്ടുണ്ട്. കഴിക്കുമല്ലേ? ഹമൂർ എന്ന് പറയുന്നൊരു മീനുണ്ട്. ഗ്രില്ല് ചെയ്യാം. നമുക്ക് ടൈം ഉണ്ടല്ലോ. എണ്ണ വറക്കണ്ട. ഞാൻ പറയാം എണ്ണ വറക്കണ്ട, ഗ്രില്ല് മതി എന്ന് പറഞ്ഞു. മീൻ ലൈവ് നമ്മള് പറഞ്ഞ ആ മീൻ അവർ ചെയ്തു തരും. മീനും അതിന്റെ കൂടെ ചിക്കൻ ഫ്രൈ ഇല്ല. ചിക്കൻ ഫ്രൈ നമ്മള് നേരത്തെ പറഞ്ഞായിരുന്നു ഗൈസ്. ഇതിന് മുമ്പേ വന്നിരുന്ന കിട്ടും. കടയെല്ലാം ക്ലോസ് ആയി ഈ ടൈം. ഒരു 12 മണിക്ക് മുമ്പ് പറഞ്ഞു. ഇപ്പൊ സമയം 2 മണിയാവതായി. അടിപൊളിയില്ലേ, സെറ്റപ്പ് ഇല്ലേ? പക്ഷെ ഇങ്ങോട്ട് വ്യൂ മതിയായിരുന്നില്ലേ? എനിക്ക് കാണാം, പക്ഷെ എന്നാലും ഗ്ലാസ് എല്ലാം കൂടി ഗ്ലാസ് ഒക്കെ സെറ്റ് ആക്കിയിരുന്നെങ്കിൽ കാണാം. നമുക്ക് വേണ്ടിയിട്ടുള്ള ഗ്രില്ല് ചേട്ടന്മാരുടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാട്ടോ നമ്മൾ സെലക്ട് ചെയ്ത മീൻ. ഓക്കെ, ഇത് ഹമൂർ അല്ലേ ഏട്ടാ? ഹമൂർ. ഓക്കെ, മീൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചേക്കുന്ന എളുപ്പം എത്തും. നമ്മൾ ഫ്രൈ ചെയ്യുമല്ലോ, ഗ്രില്ല് ചെയ്യും. അപ്പൊ സൈമ എടുക്കും. ഇവിടെ ഒരാള് വിശന്ന് മീൻ കാത്തിരിക്കല്ലേ അമ്പൂ. പിന്നെ ഇച്ചിരി സ്പൈസി ആയിരിക്കും. കാന്താരിയൊക്കെ മസാലയൊക്കെ ഉള്ളത്. അപ്പൊ പിന്നെ ഇങ്ങനെ കുഞ്ഞിന് കൊടുക്കും. കുഞ്ഞിനകത്തുനിന്ന് കൊടുക്കും, അകത്ത് മാംസം കൊടുക്കും. കാന്താരി ചിലത് ഉള്ളിലിറങ്ങും. ആ ഒരു സ്മോക്കി ഫ്ലേവർ. സ്പൈസി ആയിരിക്കും എന്ന് പറയാം. നമ്മളെ സ്പൈസി കുറച്ചെടുത്താൽ മതി മാക്സിമം എന്ന് പറഞ്ഞു. പക്ഷെ ആൾറെഡി അവരൊരു മസാല കൂട്ട് ചെയ്ത് വെച്ചേക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എല്ലാം സീ ഫുഡ് എല്ലാം ഭയങ്കര സ്പൈസി ആയിരിക്കും. അത്യാവശ്യം നല്ല എരിയാണ്. എരിതിനുള്ള ആൾക്കാരല്ലേ? റൈസ് കോയിൻ പൊറോട്ട. ഇത് ഒരു ചുരുട്ടിയൊക്കെ തിന്നാ മതി. പരിപ്പടയുടെ അത്രല്ലേ ഉള്ളൂ. ഇത് ഫിഷ് ഗ്രേവിയാണോ അതോ എന്ത് ഗ്രേവിയാ? മുക്കിയും കടിച്ചാ മതിയില്ലേ ചുരുട്ടി? എരിയുണ്ടോ? നമ്മളെ അമ്മൂറത്തി. ഇത് നമുക്ക് തീർക്കാവുന്നല്ലേ ഉള്ളൂ അല്ലേ? അന്നേരം മസാല കറക്റ്റ് പിടിക്കും. ഓ, ഇത് കാന്താരി മസാല കേട്ടോ. നല്ല സ്പൈസിയാ. നല്ല സ്പൈസിയാ. കാന്താരി പറയേണ്ടതല്ല. അതേ ഉള്ളായിരുന്നു അവിടെ മസാല ഗ്രില്ല്. കണ്ടിട്ട് എനിക്ക് കണ്ടിട്ട് പറ്റൂല. നല്ല സ്പൈസി കേട്ടോ സാധനം. പക്ഷെ ടേസ്റ്റ് ഇല്ലേ? ഇവിടെ ഉള്ളൊരു ഇത്ര ഇങ്ങോട്ടോ നമുക്ക് എരി കൂട്ടി ശീലമില്ല ഗൈസ്. ഇഷ്ടപ്പെട്ടു. സാധനം എരിയൊക്കെ ഉണ്ടെങ്കിലും ഇതില്ല, അതായത് മുള്ളില്ല.
ചുണ്ടൊക്കെ ഇപ്പഴേ ചുവന്ന്. എങ്ങനുണ്ട്? എരിയുണ്ട്. കുരുമുളകും കാന്താരി. ഈ പൊറോട്ടക്കകത്തുണ്ടല്ലോ ഈ മീനും കൊണ്ട് പിച്ചി ഇങ്ങനെ അങ്ങോട്ട് വെക്കണം കൊടുത്തില്ല. ഇതാണ് ഇതിന്റെ യഥാർത്ഥ കോംബോ. മീൻ അങ്ങോട്ട് പിച്ചി വെച്ചിട്ട് ഒരു കുക്കുംബറും ഒരു കുറച്ച് സവാളയും ഫിഷ് ഷവർമ, എന്നിട്ട് ലേശം ഗ്രേവിയും കൂടി അങ്ങോട്ട് ഒഴിച്ച് എന്നിട്ട് അങ്ങോട്ട് മടക്കി ഫിഷ് ഷവർമ എരി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് അടിച്ചോ. എണ്ണയൊന്നുമില്ല കേട്ടോ, നമ്മൾ ഗ്രില്ല് ചെയ്തതാ, അതുകൊണ്ട് എണ്ണയൊന്നുമില്ല. സാധനം ടേസ്റ്റ് ഉണ്ടോ? മീൻ പൊളിയല്ലേ, പക്ഷെ കുറച്ച് എരി കുറച്ചിരുന്നേ ആസ്വദിച്ച് കഴിക്കും. പക്ഷെ അവര് ആൾറെഡി മസാല തേച്ച് വെച്ചിരിക്കുക, അതുകൊണ്ട് എരി കുറച്ച് എന്തെങ്കിലും പറയണോ? തീർത്താ മതി. സാധനം അടിപൊളി കഴിച്ചു. അത് ഗുഡ് ഐഡിയ കേട്ടോ. പേരുണ്ടോ നോക്ക്. ഓംപ്ലേറ്റ് വല്ലതും പറയണോ? അതെ, ഇപ്പം എരി ബാലൻസ് ആയോ? പുളി ഒന്ന്. അപ്പം പൊറോട്ട അമ്മ. മീൻ നമ്മളെ ഒരുവിധം ആക്കി കേട്ടോ. കട്ട് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ, പക്ഷെ ജോളോ ചിപ്പൊന്നും ഒന്നുമല്ല ഇതിന്റെ മുമ്പിൽ. എരി എന്നൊക്കെ പറഞ്ഞ പക്ഷെ ടേസ്റ്റ് ഉണ്ട്. മീൻ അടിപൊളി ഫ്രഷ് മീൻ. പക്ഷേ നിങ്ങൾ കളറില്ലെങ്കിലും ഉണ്ടല്ലോ നല്ല കാന്താരിയാ മോളെ. ഇത് കാന്താരിയും നല്ല കുരുമുളകും രക്ഷയില്ല ഗൈസ്. എന്നെ ചുമന്നോ? മൃദുല ചാഞ്ഞ് അമ്പൂട്ടൻ ഇത് തരുമോ? മോട്ടിവേഷൻ തരുമോ? സാധിക്കും അമ്മ, ഫിനിഷ് ചെയ്യണോ? എരി എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ കണ്ണ് കണ്ടാൽ മതി കേട്ടോ. കണ്ണൊക്കെ അമ്മ കഴിക്കും കേട്ടോ എരി നല്ലോണം. ഞാനും കഴിക്കും. തണുത്ത മിനറൽ വാട്ടർ ഉണ്ട്, ഇത് കുടിക്കുമ്പോൾ നല്ല സുഖം കിട്ടും. ഇപ്പൊ ഒരു സുഖം കിട്ടൂടി. ആ സുഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ആ ഒരു ഫീലേ. നമ്മൾ കഴിച്ചിറങ്ങി. നമ്മൾ 1 കിലോ ഉള്ള ഹമ്മൂറാട്ടോ എടുത്തത്. അപ്പം മീന് മാത്രമായിട്ട് ഏതാണ്ട് 900 രൂപയായി. പിന്നെ ഫുള്ള് 1085 രൂപ, പൊറോട്ട കട്ടൻ എല്ലാം കൂടി. പക്ഷേ ഫുഡ് ഒരു രക്ഷയില്ല. എരി മാറ്റി നിർത്തി. എരി കഴിക്കുമെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ അടിപൊളി. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. പോർട്ട് നോക്ക്, എന്ത് രസമില്ലേ. ഇവിടം വരെ ഉള്ളു കേട്ടോ റോഡ്, തീർന്ന്. അടിപൊളി. അവിടുത്തെ എരിഞ്ഞ ഫുഡ് ഇവിടുന്ന് കഴിക്കുമ്പോ ഇത് കാണുമ്പോ മൈൻഡൊക്കെ റിലാക്സ് ആവും. ഗൈസ്, നമ്മള് അങ്ങനെ കന്യാകുമാരി റീച്ചായി. സമയം കറക്റ്റ് 4:37 കേട്ടോ. 4:37. അമ്മ ഏറ്റവും ബാക്കിൽ പോയി. ഞാനിവിടെ ബെഡ് കണക്കാക്കിയിട്ട് കിടക്കാനുള്ള പരിപാടിയാ. ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ ഉറങ്ങുമായിരിക്കും കേട്ടോ, പക്ഷെ ആരും ഉറങ്ങിയൊന്നുമില്ല. ഇനി ഞാൻ ബെഡൊക്കെ അങ്ങോട്ട് ഇട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടി കേട്ടോ. സൺഡേ ആണ്, നല്ല തിരക്ക് കാണും. നമ്മളതുകൊണ്ട് കറക്റ്റ് നമ്മളെ വ്യൂ പോയിന്റിന്റെ അടുത്ത് കൊണ്ട് വണ്ടി ഇട്ടു കേട്ടോ. അവിടെ ഒരു പാർക്കിംഗ് കൊണ്ട് വണ്ടി ഇട്ട് വരത്തുള്ളൂ. അതിന്റെ ഏറ്റവും ലാസ്റ്റ് പാർക്കിംഗ് പോയിന്റ് നമ്മൾ വണ്ടി ഇട്ടു. ഇനി നമ്മളൊന്ന് ഉറങ്ങട്ടെ. 6 മണി to 6:30 അതാണ് നമ്മുടെ സൺറൈസിന് ടൈം. ഉറങ്ങി പോവരുത്. എനിക്കറിയാം, ഞാൻ കിടന്ന ഒരു ബോധം കാണത്തില്ല. ഇപ്പൊ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. എല്ലാരും ഉറങ്ങിയത് തന്നെ കേട്ടോ. സൺറൈസ് ആണ് കേട്ടോ. എല്ലാരും ഉറങ്ങിയത് തന്നെ.
നമ്മ സ്ഥലമുണ്ടോ അമ്മ അവിടെ? 7 സീറ്റ് വണ്ടി വാങ്ങിച്ച് ഇങ്ങനത്തെ ഒരു ഉപയോഗമുണ്ട്. ഇങ്ങനെ കിടന്ന് ഉറങ്ങാം. പക്ഷെ ഇവിടെ അങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. കണ്ട വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പാർക്കിംഗ് എല്ലാം അടിപൊളിയാട്ടോ. തറയോടെ കിട്ടും എല്ലായിടത്തും. ഇത് ഫാസ്ടാഗ് അന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുമായിരുന്നു. ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് നമ്മള് ഫുൾ അടിയും തട്ടി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു. എല്ലായിടത്തും ഫാസ്ടാഗും അടിപൊളി സെറ്റപ്പ് ആയിട്ടോ. ഒറ്റ വണ്ടിയിലായിരുന്നു. നമുക്ക് ഫുള്ള് വണ്ടിയായി. സൂര്യനൊക്കെ വന്നോ? 6 മണിയായി ഗൈസ്. നല്ലോണം കിടന്ന് ഉറങ്ങി. നല്ലോണം പറഞ്ഞപ്പോ 1 മണിക്കൂർ ഉള്ളായിരുന്നു. ഒന്നും അറിയത്തില്ല കേട്ടോ. സൂര്യനെ ഒന്നും കാണുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. വേണ്ട പോയി കുളിച്ചില്ലല്ലേ? പൂവും ചൂടിയിരുന്ന് കാണണം. ഇതിലെ എന്റെ പൊന്നെ ജനം നേരത്തെ വരണമായിരുന്നു. നേരത്തെ വന്നിട്ട് കിടന്ന് ഉറങ്ങി. എല്ലാ കടയും ക്ലോസ്ഡ്. ഇനി തുറക്കത്തോളായി ഈ സൈഡ് മൊത്തമേ. തിരക്കെന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നോ എന്ത് തിരക്കെന്നറിയോ? സൂചി കുത്ത സ്ഥലം കേട്ടോ. ഞാൻ ആലോചിക്കുന്ന ഇന്നലെ രാത്രി എന്നൊക്കെ വന്നപ്പോ ഞാൻ മൃദുല പറയുകയും ചെയ്ത്, ഏട്ടോ ആരും ഇല്ല കേട്ടോ കേട്ടോ നമുക്ക് സ്വസ്ഥമായിട്ട് കാണാന്ന്. എങ്ങനെയുണ്ട് കന്യാകുമാരി? പിന്നെ സൂര്യൻ നമ്മൾ ഇച്ചിരി പറ്റിച്ചു കേട്ടോ. പുള്ളി നേരത്തെ വന്നു. നമ്മള് 6 മണിക്ക് നമ്മള് വണ്ടിയുടെ അടുത്ത് കുറച്ച് ദൂരം ഉള്ളായിരുന്നു. അടിപൊളി തിരക്ക് നോക്കുക നിങ്ങള്. അമ്പൂട്ടി എടി ഉണന്ന് കിടക്കുവാടി. കള്ളി പെണ്ണിനി ഉണന്ന് കിടക്കുവല്ലേ? എടി കണ്ണ് തുറന്നിട്ടില്ലടി. കണ്ണ് അടച്ചേര് വെച്ചേക്കുക. എന്റെ ചൂടിനിതാ അടിപൊളി ഒരു വൈബ് തന്നെയല്ലേ ഇവിടെ. ഞാൻ ഇന്നേ വരെ വിവേകാനന്ദപ്പാറ പോയിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ബലിതർപ്പണം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നേ. ഇല്ലേ ഈ സൈഡോട്ട് വന്നിട്ടില്ല. ഇവിടെ കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും രാത്രി. സത്യം. NCC അത് NCC. പക്ഷെ നല്ല വൃത്തിയുണ്ട് ഇപ്പൊ. ശ്രദ്ധിച്ചോ? നല്ല വൃത്തിയുണ്ട്. നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പലയിടത്തും. ഇവിടെ നല്ല ആഴമുണ്ട്. ഇവിടെ നല്ല ആഴം കാണും. ഓ ബലി കഴിഞ്ഞ് കുളിച്ച് കയറുന്ന സ്ഥലം കേട്ടോ. തോന്നു ഉറങ്ങുന്നു.
കാര്യേ കുളിക്കും കേട്ടോ, 2-3 ഇടത്തെ ഗാർഡുള്ളൂ, പക്ഷെ നല്ല ആഴമുണ്ട്, നല്ല ഡേഞ്ചറുവാ. അങ്ങൊക്കെ നിൽക്കുന്നുണ്ടോ? അതുപോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭയങ്കര തിര വരുന്നത്. ഇറങ്ങണമെന്നുണ്ടോ? ഇറങ്ങാൻ ഇഷ്ടമാണേ, പക്ഷെ നനഞ്ഞുകൊണ്ട് കേറാൻ വയ്യ. എത്രയും മൊത്തം മണലാവും. പിന്നെ അങ്ങനെ കഴിക്കണ്ടേ, വിശപ്പില്ല, ചായ കുടിക്കണമെന്നുണ്ട്. എത്രയെങ്കിലും നാൾക്ക് ശേഷം 6 മണിക്ക് എണീക്കുന്നത്. റോക്കറ്റ് പോടേ വീട്ടിൽ നിന്ന് 5 ഇഡലി 30 രൂപ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. എന്നാ ട്രൈ ചെയ്ത് നോക്കാം. അത് കൊടുക്കണം, വടയും കൊടു, പാർസലായിട്ട് വാങ്ങിച്ചാലോ. സാമ്പാർ പാർസൽ എത്ര പാർസലാണോ? പാർസൽ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. നമ്മള് കറക്റ്റ് സൺറൈസ് ടൈമിലല്ല പോയത്. നമ്മള് ചെന്നപ്പോഴത്തേക്കും സൂര്യൻ വന്ന് ഒരു 10 മിനിറ്റ്. പക്ഷെ ഗൂഗിള് കാണിച്ചിരിക്കുന്ന 6-നും 6:30 ഇടയ്ക്കാണ്. പക്ഷെ നമ്മൾ 6:11 ആയതേ ഉള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും പൊങ്ങി വന്ന ആശാൻ. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ വ്യൂ നോക്കടാ, എന്ത് രസം നോക്കി. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാ വരുന്നത്. അമ്മൂട്ടനെ ആദ്യമായിട്ടാ. ഇത്രയും ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചില്ല. എന്തോ ആൾക്കാരായിരുന്നു. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നമുക്ക് നമ്മളവിടുന്ന് ഇഡലി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ സാമ്പാർ നമ്മൾ എടുക്കുന്നില്ല, വേറൊന്നുമല്ല, പ്ലാസ്റ്റിക്കിനകത്ത് ചൂട് സാമ്പാർ കൂടി ഒഴിച്ചു. അതെന്തായാലും കഴിക്കുന്നില്ല. പക്ഷെ ഇഡലി ഒന്ന് ട്രൈ ചെയ്യണം. വടയും തന്നായിരുന്നു. വട നമ്മൾ നല്ല ടേസ്റ്റ്. അവിടെ നിന്ന് കഴിക്കണമായിരുന്നു അല്ലേ? പക്ഷെ അവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ചാൽ. അമ്പൂട്ടൻ സമ്മതിക്കത്തില്ല. റെസ്റ്റോറന്റ് തിരക്കി നടക്കും, അതിന്റെ ഇടയ്ക്ക് വിശപ്പ് സഹിക്കാൻ. ഒരു റെസ്റ്റോറന്റ് കയറി അവിടെ ഒട്ടും വൃത്തിയില്ല. പിന്നെ നമ്മൾ ഇറങ്ങി വന്നു. ഈച്ച, ഭയങ്കര ഈച്ച. വിശപ്പിന്റെ കാറ്റിനും വിധം. ഇഡലി എങ്ങനെയുണ്ട്? അക്കാട് ഇഡലി നല്ല ഇഡലി, സൂപ്പർ ഇഡലി. ആണല്ലേ? സാധാരണ ഇഡലിക്ക് ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട്. ഇത് നല്ല ഇഡലി, പുളിപ്പേ ഇല്ല. ഇവിടെ ഒരാള് തിന്നുവാ ഇഡലി. അമ്പൂട്ടാ ഇഡലി പ്രമാദമായിരുന്നു. ഒളിച്ചു വെച്ച് ഇഡലി തിന്നുന്നാണ് ഇന്നലെ ഒളിച്ചു വെച്ച്. നമ്മളൊരു പ്യുവർ വെജ്, ഇത് ആര്യഭവനമാണ്, ശ്രീ അതിഥി ഭവൻ. ഞാൻ ഞാൻ മസാല ദോശ, അമ്മ ഇഡ്ഡലി, മൃദുല പൊങ്കൽ. പൊങ്കൽ എന്ന് പറഞ്ഞാൽ ഉപ്പുമാവില്ലേ? ചോറാണോ? നീ മുമ്പ് കഴിച്ചിട്ടുണ്ടോ പൊങ്കൽ? മൃദുലയ്ക്ക് പൊങ്കൽ. ഇത് ചോറ്, തൈര് അല്ല, ഉലുവയൊക്കെ. ആദ്യ ഗണപതി, ആദ്യം കുട്ടി ഗണപതി. പക്ഷെ കൊള്ളാൻ കണ്ടോ, ഇത് നല്ല ഹെൽത്തിയാണ്. എൻ്റെ മസാല ദോശ വന്നു. ഓ, മൊരിഞ്ഞ ദോശ തോന്നുന്നു. മൊരിഞ്ഞ ദോശ, നല്ല ചൂടുവാ. പൊളി സാധനം. ഇതൊക്കെ നമ്മളവിടെ കിട്ടണമെങ്കിലേ പൊളിക്കണം. ഇത്ര അടിപൊളി മസാല ദോശ. എന്ത് ഫ്ലേവറാ ഗൈസ്, സെറ്റ് ഫ്ലേവർ കേട്ടോ. അയ്യവാ, ഇഡലി കൊള്ളാമോ? നിങ്ങൾ കന്യാകുമാരി വരുന്നെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. നല്ല ഫുഡാണ്, ഡീസന്റ് ഫുഡ്, ഡീസന്റ് പ്രൈസ്, നല്ല ക്ലീനുവാ. ആ സൈഡിൽ, അതായത് നമ്മുടെ കന്യാകുമാരിയുടെ ആ സൈഡിൽ ഒന്നും കഴിക്കാതിരിക്കുക. അവിടെ ഫുള്ള് കച്ചറ ഉണ്ടോ, മൊത്തം ഈച്ചയും കച്ചറ. നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ നല്ല ഫുഡാണ്. കുറച്ചൊന്ന് ഒരു കിലോമീറ്റർ ആ റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇവിടുന്ന് കഴിച്ച് സൂപ്പർ ഫുഡാണ്. അപ്പൊ ഇനി പോവാം നേരെ വീട്ടിലോട്ട്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു 10-11 മണിയാകുമ്പോൾ വീട്ടിൽ എത്തും. നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ. നമ്മൾ ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല ഗൈസ്. വെളുപ്പാങ്കാലം 1 മണിക്കൂറാണ് ഉറങ്ങിയത്, 1 മണിക്കൂർ.
11 മണിക്ക് വന്ന് കിടന്ന് ഉറങ്ങി. സമയം ഇപ്പം 5 മണിയായി. 4:30 പോണെന്ന്. കഞ്ഞി, ചമ്മന്തി, പുളിഞ്ചിക്ക് അച്ചാറ്. ഇവന് ഒരു ക്ഷീണവും ഇല്ല. വയറ് ഫ്രണ്ടിലും ചങ്കി ബാക്കിലും. അതെ, ഇന്നലെ അടിപൊളി ട്രിപ്പായിരുന്നില്ലേ? അമ്മ കഞ്ഞി വെച്ച് തന്നു, കഞ്ഞി ചമ്മന്തി അച്ചാറ്. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. അടിപൊളി ട്രിപ്പായിരുന്നു. ഇപ്പൊ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള റെഡി കിടന്നവരേ ഔട്ടർ എടുക്കുന്ന സമയം